ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത്. ഓൺ വോയിസിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന 1-2 വീഡിയോസിൽ വളരെ ചുരുക്കമാണ് ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബഹ്റിൻ്റെ സല്ലാക്ക് ഏരിയയിലുള്ള മൽക്കിയ ബീച്ചിലാണ്. അപ്പോൾ ഒരു മോർണിംഗ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. അറൗണ്ട് ഒരു 4 മണിയപ്പോൾ ഞാൻ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ മനാമ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 26 കിലോമീറ്ററാണ് ഈ ബീച്ചിലോട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ബീച്ചിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഈ യുദ്ധമൊക്കെ കാരണം ആരും പുറത്തൊക്കെ ഇറങ്ങാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒറ്റയ്ക്കൊരു സിംഗിൾ ഡ്രൈവിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പുറയിൽ കാണുന്ന ഒരു എന്താ പറയുക, ബോട്ടുകളും കാര്യങ്ങളും എല്ലാം അവർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ബീച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ബീച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ വെള്ളത്തിന് കടൽ വെള്ളം ഇത്ര എന്താ പറയുക എന്നൊക്കെ പറയില്ല നമ്മൾ. ഇത് കണ്ടോ, കണ്ണീര് പോലെയാണ് വെള്ളം കിടക്കുന്നത്. നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വലിയ സേഫായിട്ട് വന്ന് കുളിക്കാൻ പറ്റിയൊരു ബീച്ചാണ്. ഇവിടുത്തെ ആംബിയൻസ് മോർണിംഗ് ആയതുകൊണ്ട് ഏറ്റവും പ്ലസ് പോയിൻ്റായിട്ട് കിടക്കുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 18 ടെമ്പറേച്ചറാണ്. കാറ്റോ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ട് വന്ന് രാവിലെ ഒരു പീസ്ഫുൾ മോർണിംഗ് ആയിട്ടിരിക്കാനായിട്ട് പറ്റിയൊരു അന്തരീക്ഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ കൂടുതൽ അടുത്തോട്ടുള്ളത് കണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ. ഇപ്പോൾ രാവിലെ എല്ലാവരും നൈറ്റും വൈകിട്ടൊക്കെയാണ് ബീച്ചിൽ വരാറ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് രാവിലെ വരാനാണ്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങളോട് നമുക്ക് പോവാം. റെക്കോർഡിങ്ങാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാംസങ് S24 അൾട്ര വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് മുങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഫീച്ചറുണ്ട്, ഇൻബിൽഡ് ഫീച്ചറാണ്. അതായത് നമുക്ക് 2 ക്യാമറ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. അപ്പോൾ 2 ക്യാമറ ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡുവൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ ക്ലിയർ കാണണമെങ്കിൽ ഞാൻ എൻ്റെ കാല് കാണിച്ചു തരാം. വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് എൻ്റെ കാല് കണ്ടോ. അപ്പോൾ അത്ര ക്രിസ്റ്റൽ ക്ലിയറാണ് ഇവിടുത്തെ വെള്ളം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇത്തിരി തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലെയുള്ള ഒരു സിറ്റിംഗ് ഹട്ടുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവർ സോഫയും കാര്യങ്ങളൊക്കെ അവർ പേഴ്സണലായിട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു വോളിബോൾ കോർട്ട്, ബീച്ച് വോളിബോൾ കോർട്ടാണ് ഈ കാണുന്നത്. അവിടെ നിന്നല്ല, സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അത് ഇപ്പുറത്തുനിന്നായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, സൂര്യാസ്തമയമല്ലല്ലോ, ഗുഡ് മോർണിംഗ് സൂര്യോദയം കാണാമായിരുന്നു. പിന്നെ ഈ ബീച്ചിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹട്ടാണ് കേട്ടോ അത്. അപ്പോൾ 2 ചെയറായിട്ട് സൈഡ് ബെഞ്ചായിട്ട് ഇരിക്കാനുള്ള ഹട്ടുണ്ട്. കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ്. ഇതിവിടെ മാത്രമല്ല, ഓൾ ത്രൂ ദ ബീച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ മുതിർന്നവർക്ക്. അതുപോലെ ഈ കാണുന്നതെന്ന് വെച്ചാൽ മുതിർന്നവർക്ക് കളിക്കാനുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരുപാട് ഇൻറ്റേർണൽ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഇവർ ഓപ്പണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുതിർന്നവർക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്യാനുള്ള റൈസ് പാർക്ക്. ഇതെന്തോ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്തോട്ട് കയറുമ്പോൾ കുട്ടികൾക്കൊക്കെ ആയിട്ടൊരു വലിയൊരു പാർക്കുണ്ട്. സൂമായിപ്പോയി, ഒരു മിനിറ്റ്. കണ്ടോ, അങ്ങനെയുള്ള പാർക്കുണ്ട്. രാവിലെ തന്നെ ആരും ഇല്ലാത്ത, വൈകിട്ടൊക്കെ ആണെങ്കിൽ ഒരു നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു വാക്ക് വേ ഉണ്ട്. വാക്ക് വേയുടെ സൈഡിലായിട്ട് നമുക്ക് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ബീച്ചിൽ വൈകിട്ടായാലേ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. ബോട്ടിങ്, അതുപോലെ തന്നെ പെഡൽ ബോട്ടിങ്, സൈക്കിൾ ബോട്ടിങ്, അങ്ങനെ ഒരുപാട് ബോൾ ബോട്ടിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ നമുക്ക് ബീച്ചിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാനായിട്ട് ഒരു ഓപ്പൺ ഷവർ, നമുക്ക് കൈ കാലം കഴുകാനായിട്ട് അത്യാവശ്യം വെള്ളം ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഇവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിങ്ങിൻ്റെ കുറച്ച് ഇതൊക്കെയാണ് കരയിലായിരിക്കും കയറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ബോട്ടിങ്ങിൻ്റെ ഇത് ഒരു വെള്ളത്തിലുണ്ട്. പക്ഷേ ഇതൊക്കെ വൈകിട്ട് ടൈമിംഗ് ഉണ്ടാവുമായിരിക്കും. അതിന് സ്പെഷ്യൽ ചാർജും ഉണ്ട് കേട്ടോ. 1 BD 2 BD 500 ഫിൽസ്, അങ്ങനെ ചാർജ് അവർ ചെയ്യുന്നുണ്ട്. കളിക്കാൻ പറ്റിയൊരു പാർക്കാണ്. പാർക്ക് ഇവിടെ പെയ്ഡാണ്.
പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് സെപ്പറേറ്റ് പാർക്കാണ്, പ്രൈവറ്റാണ് തോന്നുന്നുണ്ടോ അത്. അപ്പോൾ അതിന് കാറ്, റൈസ്, അതുപോലെ തന്നെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അതിനെല്ലാം നമുക്ക് ചെറിയൊരു ചാർജ് അവർ ഈടാക്കുന്നതാണ്. സൈഡിൽ കാണുന്ന ചെറിയ കടകളൊക്കെ അല്ലേ, വൈകിട്ട് നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകട എന്നൊക്കെ പറയൂലേ, അതേപോലെ അവർ തുറക്കുന്ന ചെറിയ ചെറിയ കടകളാണ്. അപ്പോൾ അതൊരു ഫിക്സ്ഡ് ടൈമിങ്ങിൽ മാത്രമുള്ളൂ, രാവിലെ ഒന്നും കാണില്ല. തിരക്കുള്ള വൈകിട്ടുള്ള ടൈമിങ്ങിലാണ് അത് കൂടുതലായിട്ടും ഓപ്പൺ ആയിരിക്കുന്നത്. ആ ചേട്ടൻ ബീച്ച് രാവിലെ തന്നെ വന്ന് വൃത്തിയാക്കുക. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളുണ്ട്, ആ ചേട്ടൻ മാത്രമല്ല കേട്ടോ. കുറഞ്ഞൊരു എന്താ പറയുക, ഒരു 5-6 സ്റ്റാഫുകൾ രാവിലെ വന്ന് ബീച്ച് വൃത്തിയാക്കുക. പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും കോള ടിന്നുകളും കാര്യങ്ങളെല്ലാം അവർ മാറ്റുക. ചെറിയ ഫാമിലീസൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ ചെറിയ ഫാമിലീസൊക്കെ കൂടെ വന്ന് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടുകളില്ലേ, അപ്പോൾ വൈകിട്ടാണ് ഈ ബോട്ടിംഗ് സർവീസ് അവർ നടത്തുന്നത്. നല്ല മുഖ്യം വന്നിട്ടുണ്ട്. ഞാൻ ഈ സൂര്യോദയത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ വന്നത് ഓപ്പോസിറ്റ് സൈഡായിപ്പോയി. സൂര്യോദയം പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബീച്ചോ പച്ചമലയിലോ എവിടെയെങ്കിലും പോകേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞൊരു ആക്ടിവിറ്റികളാണല്ലോ സൈക്ലിംഗ് ബോട്ടിങ്. അതായത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ടയറുകളാണ്. അപ്പോൾ ഇതൊരു 6 സൈക്കിളുണ്ട്. അപ്പോൾ വൈകിട്ടാണ് ഇതൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ ഹയാക്കിംഗ് ഉണ്ട് കേട്ടോ. ചെറിയ ബോട്ടിൽ അവർ ഗൈഡ് ചെയ്ത് നമുക്ക് ഹയാക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പോവാം അല്ലേ. ഇവിടുത്തെ ഹട്ടിൻ്റെ ഇതാണ്ടോ പറഞ്ഞ ഹട്ടുകളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ബീച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യണം, മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അറബി ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കാണ്ടിരിക്കുക. പിന്നെ ഈ വീഡിയോയിലൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ യുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഡിഫൻസ് ഫോഴ്സും കാര്യങ്ങളെല്ലാം നമ്മളെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ ദിവസവും 1-2 ഡ്രോണുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഒന്നും ഇവിടെ പതിക്കാതെ തന്നെ ഇൻ്റർസെപ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവരധികം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് തീരട്ടെന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഞാനിപ്പോൾ അടുത്ത മാസം ശ്രമിച്ച് നാട്ടിലോട്ട് വരാനായിട്ട് ഇരിക്കുക. ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ബഹ്റിനിൽ നിന്ന് നമുക്ക് വരാനായിട്ട് സൗദി വഴിയുള്ളൊരു റൂട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാകുമെന്ന് കരുതുന്നു. ഓക്കെ. രാവിലെ വന്ന് കുറച്ച് പേര് കുളിക്കാനൊക്കെ കടലിൽ ചാടിയിട്ടുണ്ട്. അത് മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. അവർ മലയാളികളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഒരു ബോർഡർ അപ്പുറത്തെ കണ്ടോ, ആ ടിന്നുകൾ കൊണ്ടൊരു ബോർഡർ വെച്ചേക്കുന്നതുണ്ടോ, അവിടെ വരെ നമുക്ക് സേഫായിട്ട് പോവാം. നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എടുക്കുന്ന വെള്ളം കണ്ടോ, എന്ത് ഭംഗിയാണോ. നേരിട്ട് വന്ന് ആസ്വദിച്ചാലുണ്ട്. ബഹ്റിനുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്ഥലം. നമ്മുടെ നേരത്തെ പറഞ്ഞ ചേട്ടന്മാർ പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു സൂര്യോദയം നല്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ബീച്ച് സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ശരിക്കും നമ്മൾ പോകേണ്ടത് പുതിയ ബീച്ചിലായിരുന്നു സൂര്യോദയത്തിന് വേണ്ടി. പക്ഷെ അത് നല്ലൊരു വ്യൂ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ മൽക്ക ബീച്ചിലെ വിശേഷങ്ങൾ. ഞാൻ പറയില്ല നേരത്തെ പറഞ്ഞ കടകളൊക്കെ. അപ്പോൾ വൈകിട്ടാകുമ്പോഴേ ലൈറ്റൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. കുറച്ച് കിടക്കുന്നുണ്ട്, അത്യാവശ്യം ഒരുപാട് കടകളും ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് നല്ലോണം ഒരു ഈവനിങ് എൻജോയ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഓൺ വോയിസിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ സ്ലാങ് തൃശ്ശൂർ സ്ലാങ്ങാണ്. അത് എത്രത്തോളം സെറ്റായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.